നമസ്കാരം. ഡിവൈൻ ഡിഫറൻസിലേക്ക് സ്വാഗതം. ഓം വരാഹിദേവേ നമഃ. വരാഹിദേവിയുടെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനും സുഖമായിരിക്കുന്നു. പഞ്ചമിതിഥി പൂജ വഴിപാട് കൂടാതെ ദിവസേനയുള്ള ശ്രീ വരാഹിദേവി പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങളുടെ പേര്, ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം എന്നിവ എഴുതി അയക്കാവുന്നതാണ്. പഞ്ചമിതിഥി അപ്ഡേറ്റ് പറയാം. വരുന്ന തേയ്പിറ പഞ്ചമി, മാർച്ച് മാസത്തിലെ തേയ്പിറ പഞ്ചമിയുടെ ഡീറ്റെയിൽസ് എന്താ വെച്ചാൽ, മാർച്ച് 19 തീയതി ബുധനാഴ്ചയാണ് തേയ്പിറ പഞ്ചമി വരുന്നത്. മാർച്ച് 18 ചൊവ്വാഴ്ച രാത്രി 7 മണിയോടുകൂടി, നൈറ്റ് 7 PM നിങ്ങൾക്ക് പേര് കൊടുക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആണ്. നമ്മുടെ വീഡിയോ തുടർന്ന് കാണുന്നവർക്ക് പഞ്ചമിതിഥിയുടെ എല്ലാ ഇൻഫർമേഷൻസും അറിയാം. എന്താണ് പ്രൊസീജിയർ, എങ്ങനെ പേരുകൾ കൊടുക്കാം എന്നതെല്ലാം തുടർന്ന് കാണുന്നവർക്ക് അറിയാം. പുതുതായി വീഡിയോ കാണുന്നവർക്ക് ഇതിനെപ്പറ്റിയുള്ള ഇൻഫർമേഷൻസ് അറിയില്ല. ഞാനും ഇതിനെപ്പറ്റി അറിയണം, ഞങ്ങൾക്കും പേരുകൾ കൊടുക്കാമോ എന്നൊക്കെ ഡൗട്ട് ഇരിക്കും. ഈ വീഡിയോയിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും റിപ്ലൈ ആയി വരുന്നതാണ്. എന്താണ് ഏതാണ് എന്നത് ഫസ്റ്റ് അറിഞ്ഞോളുക, മനസ്സിലാക്കിക്കൊള്ളുക. ആവശ്യമെന്നാൽ നിങ്ങൾക്കും നിങ്ങളുടെ പേരുകൾ കൊടുക്കാവുന്നതാണ്. പേരുകൾ കൊടുക്കുന്നവർ പേര്, നക്ഷത്രം, ഡേറ്റ് ഓഫ് ബർത്ത്, സ്ഥലം എന്നിവ ടൈപ്പ് ചെയ്ത് അയയ്ക്കുക. എന്നിട്ട് എന്തിനു വേണ്ടി പ്രേ ചെയ്യണം എന്നത് വോയിസ് ആയിട്ട് ഇട്ടോളുക. സ്ഥലപ്പേര് മറക്കരുത്, അത് തീർച്ചയായും വച്ചോളുക. ഇന്നത്തെ വീഡിയോ ഇതിനെപ്പറ്റി എന്നാൽ ഒരു സൂപ്പറായ വീഡിയോ. പല സഹോദരിമാർ എൻ്റെ കൂടെ ചോദിച്ച ഒരു വിഷയം. അതെന്താ വെച്ചാൽ, എല്ലാവർക്കും ചെയ്യണം, പീരീഡ്സ് ടൈം വന്നാലും ചെയ്യണം. അതുപോലെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിളായ മെത്തേഡ് പറഞ്ഞു തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ വീഡിയോ വന്നിട്ട് നിങ്ങൾക്ക് അത്തരത്തിലിരിക്കുന്ന ഒരു വീഡിയോ, എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ആൺ പെൺ അങ്ങനെ ഒന്നുമില്ല, എല്ലാവർക്കും ചെയ്യാം. ഒത്തിരി എഫക്റ്റീവായിട്ടുള്ള ഒരു വീഡിയോ. ഇത് ഞാൻ ചെയ്തു നോക്കി, പിന്നെ ഒത്തിരി പേർക്ക് പറഞ്ഞു കൊടുത്ത് അവർ ചെയ്തിട്ട് അവർക്കും ഫലം കിട്ടിയ വിഷയം. എൻ്റെ ഗുരുവാണ് എനിക്കിത് പകർന്നു തന്നത്. നിറയെ പേർക്ക് സക്സസ് ആയത്. അതിനാലെയാണ് നിങ്ങൾക്കും ഇത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഇത് വന്നിട്ട് ഒത്തിരി ബെനിഫിറ്റ് തരുന്ന ഒരു വിഷയം. ഇത് എപ്പോൾ ചെയ്യണം, പ്രൊസീജിയർ എന്തെല്ലാം ഫുള്ളായിട്ട് ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കറക്റ്റായിട്ട് കണ്ടാലേ ഇതിൻ്റെ പ്രൊസീജിയർ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. സോ ഇപ്പോൾ വന്നോളൂ, നമുക്ക് വീഡിയോയ്ക്കുള്ളിലേക്ക് പോകാം. അതിനു മുന്നേ ഫ്രണ്ട്സ്, ഇതുവരെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ മാത്രമേ ഞാനിടുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലായിട്ട് വന്നു ചേരുകയുള്ളൂ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഈ മുറയ്ക്ക് ഫസ്റ്റ് എന്തെല്ലാം പൊരുൾകളാണ് വേണ്ടിയതെന്ന് നോക്കാം. ഞാൻ പറയാം, നിങ്ങളതെല്ലാം എടുത്ത് വെച്ചോളുക. ഫസ്റ്റ് നിങ്ങൾ ഒരു വൈറ്റ് കളറ് പേപ്പർ എടുത്തോളുക. കൂടെ ഏതെങ്കിലും ഒരു കളർ പെന്ന്, അതിൽ ബ്ലാക്ക് കളർ മാത്രം എടുക്കരുത്, വേറെ ഏത് കളർ വേണമെങ്കിലും എടുത്തോളുക. കൂടെ ഏലക്കായ, അതാണ് നമുക്ക് ആവശ്യം. 3 ഏലക്കായ ഫസ്റ്റ് ഡേക്ക് എടുത്തോളുക, ബാക്കി വഴിയെ പറയാം. ഇതിൻ്റെ കൂടെ ഗ്ലാസ് ബൗള്, ഒരു അടപ്പുള്ള മൂടിയുള്ള ഗ്ലാസ് ബൗള് എടുത്തോളുക. ഇപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഗ്ലാസ് ബൗൾ ഉണ്ടെങ്കിൽ എടുക്കുക, ഇല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് അടപ്പുള്ള ഒരു ബൗൾ എടുത്തോളുക. പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ ഇല്ലേ, അതെടുത്തോളുക. എന്നിട്ട് നിങ്ങൾ പിന്നെ ഇത് പ്ലാസ്റ്റിക് ബോട്ടിലിൽ നിന്ന് മാറ്റി ഗ്ലാസ് ബൗളിലോട്ട് മാറ്റണം. അത് പിന്നെ വാങ്ങി മാറ്റിക്കൊള്ളുക. ഇതാണ് നമുക്ക് ആവശ്യമുള്ള പൊരുൾകൾ. ഇത് വച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. മുന്നേ ഞാൻ പറഞ്ഞു, ഈ വഴിപാട് എനിക്ക് പകർന്നു തന്നത് എൻ്റെ ഗുരുജിയാണെന്ന്. അദ്ദേഹം എന്നോട് ഒന്നേ ഒന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, ഫസ്റ്റ് നീ ട്രൈ ചെയ്ത് നോക്കിക്കോളുക. ഇത് ഒത്തിരി പവർഫുള്ളായ ഒരു വിഷയം. നിനക്ക് ഏതെങ്കിലും
ഒരു കാര്യം ഒത്തിരി നാളായിട്ട് നടക്കാതെ ഇരിക്കുന്നുണ്ടേൽ ഫസ്റ്റ് അത് നീ ട്രൈ ചെയ്ത് നോക്കിക്കൊള്ളുക. നിനക്ക് ആ കാര്യം നടക്കും. നടന്നാൽ എഗെയിൻ നീ വേറൊരു കാര്യം കൂടെ ട്രൈ ചെയ്ത് നോക്കുക. അത് നിനക്ക് നടന്നിട്ടേ വരുന്നെങ്കിൽ ദെൻ നീ ഇത് വീഡിയോയിൽ പറഞ്ഞോളുക. ആർക്ക് വേണമെങ്കിലും നീ ഷെയർ ചെയ്ത് കൊടുത്തോളുക. ഇതാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത്. ഞാൻ എന്ത് ചെയ്തെന്നോ, എനിക്ക് ഒരു കാര്യം നടക്കാൻ പെൻഡിങ്ങിലിരുന്നു. ആ ഒരു കാര്യം ഫേസ്റ്റിൽ ആ ഒരു ചെറിയ കാര്യത്തിനാണ് ഞാനത് ട്രൈ ചെയ്തത്. ബട്ട് ഭയങ്കര അതിശയമായിട്ട് എനിക്കത് 100% സക്സസ്ഫുള്ളായിട്ട് നടന്നു. ഇതിൻ്റെ ടൈമിംഗ് എന്താ വെച്ചാൽ അധികം ഡേയ്സ് നോക്കിയാൽ ഒരു 7 ഡേയ്സിന് മേലെ ഒരു കാര്യത്തിന് നമുക്കിത് ചെയ്യാൻ പാടില്ല. അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ പിന്നെ ചെയ്തതിൻ്റെ ഫലം നമുക്ക് കിട്ടും. അത് 7 ഡേയ്സിനുള്ളിൽ കിട്ടിയിരിക്കും. ഗുരുജി പറഞ്ഞു 7 ഡേയ്സിന് മേലെ ഒരു കാര്യത്തിന് ഇത് ചെയ്യാൻ പാടില്ല എന്ന്. സോ എനിക്ക് വന്നിട്ട് ഇത് 3 ഡേയ്സിലെ റിസൾട്ട് കിട്ടി. അപ്പോൾ ഞാൻ അടുത്തൊരു കാര്യം കൂടെ ചെയ്തു. അതും കറക്റ്റായിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി. സോ ഞാൻ വന്നിട്ട് എനിക്കറിയുന്ന ഒരാൾക്ക് ഇത് പറഞ്ഞു കൊടുത്തു. ഇങ്ങനെ ഒരു ടെക്നിക്കുണ്ട്, നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയൂ എന്ന്. അവർക്കും അത് നടക്കുമെന്ന് നോക്കണമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അവരോട് ഷെയർ ചെയ്തത്. അവരും ചെയ്ത് നോക്കി. ബട്ട് അമേസിങ് റിസൾട്ട് 2 ഡേയ്സിൽ അവർക്ക് കാര്യം നടന്നു എന്നാണ് എന്നോട് പറഞ്ഞത്. എന്നാൽ ശരി, ഓക്കെ, ഇനി എല്ലാവർക്കും പറയാം എന്ന് ഞാൻ കരുതി. അങ്ങനെയാണ് വീഡിയോയിൽ പറയാമെന്ന് തീരുമാനിച്ച് നിങ്ങൾക്കിത് ഞാൻ ഷെയർ ചെയ്യുന്നത്. ശരിയാ? ഇത് ചെയ്യേണ്ട ടൈമിങ്സ് മീൻസ് ഒന്നുകിൽ രാവിലെ ഉറങ്ങി എണീറ്റ ഉടനെ ചെയ്യുക. ഇതിന് യാതൊരു തര റൂൾസോ റെസ്ട്രിക്ഷൻസോ ഒന്നുമില്ല. ഏത് സിറ്റുവേഷനിലും ആയാലും ധാരാളമായി നിങ്ങൾക്കിത് ചെയ്യാം. കുളിക്കണമെന്നുള്ള ആവശ്യമില്ല. ഉറങ്ങി എണീറ്റ ഉടനെ ഫേസ് വാഷ് ചെയ്തിട്ട് ബെഡിലിരുന്ന് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഒന്നുമേ നിങ്ങൾക്ക് പ്രോബ്ലമേ ഇല്ല. എന്നാൽ സൈലൻ്റായിട്ട് ഇരുന്ന് ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ നിങ്ങളിത് ചെയ്യണം. അത്രയേ ഉള്ളൂ. ഇനി ഇത് മോർണിംഗ് ചെയ്യുന്നവർക്ക്, അതല്ല നൈറ്റ് ആണേൽ ഉറങ്ങാൻ പോണതിന് മുന്നേ ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇതാണ് ടൈമിങ്സ്. ഒന്നുകിൽ മോർണിംഗ് എந்திരിച്ച ഉടനെ, അല്ലെങ്കിൽ നൈറ്റ് ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ചെയ്യുക. ശരിയാ? പിന്നെ ഇത് ചെയ്യുന്ന മാതിരി ഇരുന്നാൽ ഇന്ന് തന്നെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. നല്ല കാര്യങ്ങളൊന്നും പിന്നത്തേക്കായിട്ട് മാറ്റി വയ്ക്കരുത്. വേറൊന്ന് തുടർന്ന് 7 ഡേയ്സ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. അത്രയേ ഉള്ളൂ. ഇനി എന്താ ചെയ്യണമെന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. വേറൊന്ന്, ഒരു റെസ്ട്രിക്ഷൻസും ഇല്ല. പീരീഡ്സിലിരിക്കുന്നവർക്കും പുലവാലായ്മയുള്ളവർക്കും എല്ലാവർക്കും ചെയ്യാവുന്നതാണ്. ഓർത്ത് വെച്ചോളുക. ഒരു വൈറ്റ് ഷീറ്റല്ലേ വേണ്ടിയത്? ഒരു വൈറ്റ് ഷീറ്റ് എടുത്തു. ഇതിൽ ഞാൻ റെഡ് കളർ പെന്നാണ് യൂസ് ചെയ്തിരിക്കുന്നത്. സ്കെച്ച് പെന്നാണ് എടുത്തിരിക്കുന്നത്. ഇതിൽ എന്താ ചെയ്യുക? ഫസ്റ്റ് ഒരു മുക്കോണം വരയ്ക്കുക. കണ്ടുല്ലോ? വേറൊന്ന്, ഇത് വരയ്ക്കുന്നതിന് മുന്നേ തന്നെ വരാഹിയമ്മയെ നല്ലതായിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുക. അമ്മയെ പ്രാർത്ഥിച്ച്, അമ്മേ ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം നടത്തി തരണേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം മാത്രം സ്റ്റാർട്ട് ചെയ്യുക. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എനിക്ക് ഭംഗിയായി നടത്തി തരണേ അമ്മേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നിങ്ങൾ ട്രയാങ്കിൾ വരച്ചോളുക. ഇതിനാവശ്യം എന്താ വെച്ചാൽ വിശ്വാസത്തോടു കൂടി ചെയ്യുക എന്നതാണ് മെയിൻ വിഷയം. ഇപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് കണ്ടുല്ലോ. ഇതിൽ നമ്മൾ മുക്കോണം വരച്ചു. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് നോക്കിക്കൊള്ളുക. ഇതിൽ മേലെ ഒരു മുക്കോണം, താഴെ 2 മുക്കോണം. നോക്കൂ, ഇത് നിങ്ങൾ വരയ്ക്കുമ്പോൾ ഫസ്റ്റ് ഒരു ട്രയാങ്കിൾ വരച്ചില്ലേ, ആദ്യത്തെ സ്റ്റെപ്പ്, അത് വരച്ചിട്ട് ഇടത് നിന്ന് വലത്തോട്ടാണ് വരയ്ക്കേണ്ടത്. ഇടത് വരച്ചിട്ട് അപ്പുറം വലത് വരച്ചോളുക. മേലെ 1 വരച്ചു, അത് കഴിഞ്ഞിട്ട് ഇടത് വരയ്ക്കുക, ദെൻ വലത് വരയ്ക്കുക. ഇത്രയും വരച്ചുല്ലോ. കോർണറിൽ ഇടത് വച്ചിട്ട് അപ്പുറം വലത്തോട്ട് വരയ്ക്കണം. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. ഇത്രയും മനസ്സിലായല്ലോ? ഫസ്റ്റ് ഒരു മുക്കോണം വരയ്ക്കുക, ദെൻ മേലെ 1 വരയ്ക്കുക, ദെൻ ലെഫ്റ്റ് വരയ്ക്കുക, ദെൻ റൈറ്റ് വരയ്ക്കുക. ഇത് സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി ഗോ ടു തേർഡ് സ്റ്റെപ്പ് നോക്കാം. ഇതെല്ലാം വരച്ചുല്ലോ. ഇനി ഇതിൻ്റെ ഏറ്റവും മേലെ വന്നിട്ട് ഫസ്റ്റ് അവിടെ വന്നിട്ട് XY എന്ന ലെറ്റർ ഏറ്റവും മേലെ എഴുതുക. കണ്ടല്ലോ, കാണുന്നുണ്ടല്ലോ ഞാൻ ഈ എഴുതി കാണിക്കുന്നത്.
ഓക്കെ. ദെൻ തിരിച്ച് ഇതിൻ്റെ താഴെ ഇടത് സൈഡിൽ വന്നിട്ട് XY അങ്ങനെ എഴുതുക. ഓക്കെ. ദെൻ റൈറ്റ് സൈഡിൽ വലത് സൈഡിലായിട്ട് എൻഡിൽ XY എഴുതുക. മനസ്സിലായല്ലോ? മേലെ താഴെ ലെഫ്റ്റ് ദെൻ റൈറ്റ്. ഇത്രയും മനസ്സിലായല്ലോ? അവിടെ ഓർക്കുക, ഈ മെത്തേഡ് ചെയ്യേണ്ടത് ഇടത്ത് നിന്ന് വലത്തോട്ടാണ്. ഇപ്പോൾ ഈ സ്റ്റെപ്പും ഓവർ, അതായത് തേർഡ് സ്റ്റെപ്പ് ഇസ് ഓവർ, ദെൻ ഗോ ടു ഫോർത്ത് സ്റ്റെപ്പ്. അത് എന്താ വെച്ചാൽ ഈ മേലെ ഇരിക്കുന്ന മുക്കോണത്തിൽ എന്ത് ചെയ്യണം വെച്ചാൽ 786 എന്ന മാജിക്കൽ ഏഞ്ചൽ നമ്പർ ഈ മുക്കോണത്തിൻ്റെ അകത്ത് എഴുതണം. നോക്കിക്കോളൂ. ഫസ്റ്റ് ഇരിക്കുന്ന മുക്കോണത്തിൻ്റെ അകത്ത് 786 എന്ന ഏഞ്ചൽ നമ്പർ എഴുതുക. എഴുതിയതിന് ശേഷം ദെൻ ലെഫ്റ്റ് സൈഡിലെ ട്രയാങ്കിളിൽ എഗെയിൻ 786 എഴുതുക. നോക്കിക്കോളൂ. ഇത് നമ്മൾ ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കാണ് പോകേണ്ടത്. സോ ലെഫ്റ്റ് എഴുതി കഴിഞ്ഞു. ഇനി നേരെ റൈറ്റ് സൈഡിൽ എഴുതുക. റൈറ്റ് സൈഡിൽ ട്രയാങ്കിളിനകത്ത് 786 എന്ന മാജിക്കൽ ഏഞ്ചൽ നമ്പർ എഴുതുക. ഇടത്തു നിന്ന് വലത്തോട്ട്. അത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നു എന്ന് കരുതുന്നു. ഫസ്റ്റ് മേലെ, ദെൻ ലെഫ്റ്റ്, ദെൻ റൈറ്റ് സൈഡ്. ദിസ് ഈസ് ഫോർത്ത് സ്റ്റെപ്പ്. മനസ്സിലായല്ലോ? ദെൻ ഗോസ് ടു ഫിഫ്ത്ത് സ്റ്റെപ്പ്. എന്താണെന്ന് നോക്കാം. ഇതിൻ്റെ സെൻറ്ററിൽ നോക്കൂ, ഒരു ഗ്യാപ്പ് MD ആയിരിക്കുന്ന അത് കാണുന്നില്ലേ? ഈ ഗ്യാപ്പ് MD ആയിരിക്കുന്നിടത്തിൽ ഈ ട്രയാങ്കിളിൽ AY എന്നെഴുതുക. ഓക്കെ, AY. ഇപ്പോൾ ഇത് ഫുള്ളായിട്ട് നമ്മൾ ഫിൽ ചെയ്ത് കഴിഞ്ഞു. ഇത്രയൊക്കെ അല്ലേ? ഇതിന് ശേഷം ശക്തിയാർന്ന ഒരു വാക്ക് ഇതിൻ്റെ താഴെ വന്നിട്ട് എഴുതണം. ഈ വാക്ക് വന്നിട്ട് ഒരേ ഒരു വേർഡ്, അത് വന്നിട്ട് ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു വേർഡ്. നോക്കിക്കൊള്ളുക. ലെഫ്റ്റ് സൈഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് റൈറ്റ് സൈഡിൽ മുടിയണ മാതിരി നിങ്ങൾ എഴുതിക്കൊള്ളുക. നോക്കൂ. ഫസ്റ്റ് AY എന്ന് എഴുതുക. AY എന്ന് എഴുതിയിട്ട് ഈ വാക്ക് എഴുതുക. ഈ വാക്ക് എന്താ വെച്ചാൽ യോഗമാവിസ്തതു. എന്താണ്? യോഗമാവിസ്തതു എന്നെഴുതിയിട്ട് എഗെയിൻ AY എഴുതണം. ഓക്കെ, അങ്ങനെ എഴുതി മുടിക്കുക. പറയുന്നത് പോലെ ഫോളോ ചെയ്തോളുക. ഇടത്ത് നിന്ന് വലത്തോട്ട് AY യോഗമാവിസ്തതു ദെൻ AY. ഇത്ര എഴുതിയല്ലോ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ എന്തിനു വേണ്ടിയാണോ ഇത് ചെയ്യുന്നത്, നിങ്ങൾക്കിപ്പോൾ കടം തീരണമെങ്കിലോ പണം വരാൻ വേണ്ടിയോ ഇപ്പോൾ അഡ്മിഷൻ കിട്ടണമെങ്കിലോ കല്യാണം നടക്കാൻ വേണ്ടിയോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇങ്ങനെ എഴുതുക. AY യോഗമാവിസ്തതു AY ദെൻ നെക്സ്റ്റ് ലൈനിൽ കടം തീരണം അതെഴുതുക. അതല്ല നിങ്ങളുടെ വിഷയം കല്യാണം നടക്കണമെങ്കിലാണെങ്കിൽ കല്യാണം നടക്കുക, ജോലി കിട്ടുക, ഏതെങ്കിലും ഒരു ആവശ്യം മാത്രമേ എഴുതാവൂ. അതിൻ്റെ കീഴായിട്ട് എഴുതുക. ജോലിയാണെങ്കിൽ ജോലി മാത്രം എഴുതുക, കടമാണെങ്കിൽ കടം മാത്രം എഴുതുക, കല്യാണം നടക്കാനാണെങ്കിൽ കല്യാണം എഴുതുക. നോക്കിക്കോളൂ. AY യോഗമാവിസ്തതു AY താഴെ കടം. ഓർത്ത് വയ്ക്കുക, ഏതെങ്കിലും ഒരു കാര്യത്തിന് മാത്രമേ ഇത് ട്രൈ ചെയ്യാവൂ. ആ ഒരു വിഷയം നടക്കാനുള്ള ടൈം അധിക പക്ഷം 7 days ആണ്. 7 daysന് മേലെ ഇത് നിങ്ങൾ ഒരു കാര്യത്തിന് ചെയ്യാൻ പാടില്ല. ശരിയാ? അതിനുള്ളിൽ അത് നടക്കും, അത് വേറെ കാര്യം. അത് കൃത്യമായിട്ട് നടന്നിരിക്കും. അത്രയ്ക്കും പവർ ഇതിലിരിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഉറങ്ങിക്കോളുക. നിങ്ങൾ ഇത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നെന്നാൽ നിങ്ങൾ ഇതെല്ലാം തീർത്തതിന് ശേഷം ഈ വലിയ ഷീറ്റിലെല്ലാം എഴുതിയിരിക്കുന്നത് അതൊന്ന് ചെറുതായിട്ട് കീറിയെടുത്തിട്ട് എത്ര ചെറുതായിട്ട് മടക്കാൻ പറ്റുമോ അത്രയും ചെറുതായിട്ട് നിങ്ങളിത് മടക്കി വെച്ചുകൊള്ളുക. ഞാൻ കാണിക്കുന്നത് മനസ്സിലായി നോക്കിക്കൊള്ളുക. ഇത് അളവിന് ചെറുതായിട്ട് മടക്കാൻ പറ്റുമോ, എത്ര അളവിന് ചെറുതായിട്ട് മടക്കാൻ പറ്റുമോ അത്രത്തോളം ചെറുതായിട്ട് മടക്കി വെച്ചോളുക. നോക്കൂ. ഇനി അത് മടക്കി വെച്ച ശേഷം ഞാൻ പറഞ്ഞതുപോലെ ഒരു 3 ഏലക്ക എടുത്തോളുക. ഈ ഏലക്ക മീൻസ് ഡാമേജ് ആവാത്തതായിരിക്കണം എടുക്കേണ്ടത്. ഞാൻ എടുത്തത് നോക്കിക്കോളൂ. ഇതിനകത്ത് ഹോൾസ് ഒന്നും ഉണ്ടാവാൻ പാടില്ല, പൊട്ടിയതായിരിക്കരുത്. നല്ല 3 ഏലക്ക എടുത്തോളുക. അതിനുശേഷം എത്ര ചെറുതായി മടക്കാൻ പറ്റുമോ ആ പേപ്പർ ചെറുതായിട്ട് മടക്കി വയ്ക്കുക. കാണുന്നുണ്ടല്ലോ? ഇപ്പം നമ്മൾ എന്താ ചെയ്യണമെന്നാൽ ഒരു ഗ്ലാസ് ബൗൾ എടുക്കുക. നല്ല അടപ്പുള്ള ഒരു കുപ്പി
ബോട്ടിൽ എടുക്കുക. അതിൽ ഇപ്പം തൽക്കാലം നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുത്തോളുക. എന്നിട്ട് അപ്പുറം നമുക്ക് ഇത് ഗ്ലാസ് ബൗളിലേക്ക് മാറ്റാം. ഓക്കെ, ഇനി ഗ്ലാസ് ബൗൾ ഇല്ലയെന്ന് കരുതിയിട്ട് ഇന്നത് ചെയ്യാതെ ഇരിക്കണ്ട. അതുകൊണ്ടാണ് പറയുന്നത് ഗ്ലാസ് ബൗളിലാണ് റിസൾട്ട് നല്ല സൂപ്പറായിട്ട് കിട്ടുന്നത്. അതാണ് ബെസ്റ്റ്. ഇപ്പോൾ പെട്ടെന്ന് വീഡിയോ കാണുന്നവർക്ക് ഗ്ലാസ് ബൗൾ ഉണ്ടായിരിക്കത്തില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സപ്പോസ് ഇല്ല വെച്ചാൽ പ്ലാസ്റ്റിക് എടുത്തിട്ട് 7 days തീരും മുന്നേ നിങ്ങളത് ഗ്ലാസ് ബൗളിലേക്ക് ചേഞ്ച് ചെയ്തോളുക. ശരിയാ? ഇപ്പോൾ എന്ത് ചെയ്യണം വെച്ചാൽ ഫസ്റ്റ് 3 ഏലക്കായും ഈ എഴുതിയതും ചേർത്ത് ഡബ്ബയിൽ ഇടുമ്പോഴും നിങ്ങൾ ഈ വാക്ക്, ആ പേപ്പറിനകത്ത് എഴുതിയ വാക്കില്ലയാ, അത് യോഗമാവിസ്തതു എന്ന് വരാഹിയമ്മയെ പ്രാർത്ഥിച്ചിട്ട് ഈ വാക്കും ചൊല്ലി നിങ്ങൾ ഈ ഏലക്കായും ഈ പേപ്പറുമായിട്ട് ബൗളിലിടണം. വേർഡ് എഗെയിൻ ഞാൻ റിപ്പീറ്റ് ചെയ്യാം. യോഗമാവിസ്തതു. ഇത് ചൊല്ലി 3 ഏലക്കായും ഡബ്ബയിലിടണം. ഇട്ടിട്ട് നിങ്ങൾ ഡബ്ബ അടച്ച് വയ്ക്കുക. അപ്പോൾ മനസ്സിലായല്ലോ, നമ്മൾ മനസ്സാലെ ഏത് കാര്യം നടക്കണമെന്ന് കരുതുന്നുവോ ആ വിഷയം സക്സസ് ആവണമെന്ന് പറഞ്ഞിട്ട് ഈ യോഗമാവിസ്തതു ഈ വേർഡും ഒരു ടൈം ചൊല്ലിയിട്ട് പേപ്പറും ഉള്ളിൽ വെച്ച് ഡബ്ബ അടച്ച് വയ്ക്കുക. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ. ഇനി എഗെയിന് ഡൗട്ട് വരാം, ഇന്നേക്ക് 1 day ചെയ്താൽ മതിയോ എന്ന്. ഇല്ല, 7 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യണം. ഇന്ന് സ്റ്റാർട്ട് ചെയ്താൽ കണ്ടിന്യൂസ് 7 days അത് നിങ്ങൾ ചെയ്യുക. ഇത് സ്റ്റാർട്ട് ചെയ്യേണ്ട നല്ല ദിവസങ്ങൾ ഏതാച്ചാൽ മൺഡേ, തേഴ്സ്ഡേ, ട്യൂസ്ഡേ, സൺഡേ. തിങ്കളാഴ്ച, വ്യാഴാഴ്ച, ചൊവ്വാഴ്ച, ഞായറാഴ്ച ഈ ദിവസങ്ങളിൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോളുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കുന്നതിനുള്ള ടൈമിങ്സ് കൂടുതലെടുത്താൽ 7 days അതിനുള്ളിൽ നടന്നിരിക്കും. ശരിയാ? അതിനാൽ ഡെയിലി ഞാൻ പറഞ്ഞതുപോലെ ഒന്നുകിൽ രാവിലെ എണീറ്റ ഉടനെ, അതല്ലാച്ചാൽ രാത്രിയിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ ഈ ടൈമിങ്സിൽ നിങ്ങൾ ഒന്ന് ഫിക്സ് ചെയ്ത് വയ്ക്കുക എപ്പോഴാണ് വേണ്ടിയതെന്നുള്ളത്. ഏതിൽ സ്റ്റാർട്ട് ചെയ്യുന്നുവോ, ഇപ്പോൾ നിങ്ങൾ നൈറ്റാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ, അതായത് ഇന്ന് നൈറ്റല്ലേ ചെയ്യുന്നത്, അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നൈറ്റ് ചെയ്യുക. അതല്ല ഇന്ന് ചെയ്യുന്നില്ല അടുത്ത ദിവസമാണ് ചെയ്യുന്നതുണ്ട് അത് ഡേയിൽ എണീറ്റ ഉടനെ ആണെങ്കിൽ അത് ഡെയിലിയും നിങ്ങൾ 7 days മോർണിംഗ് തന്നെ ചെയ്യുക. ഓക്കെ, രാവിലെ ഒരു സമയത്ത് ചെയ്തിട്ട് ഇനി അടുത്ത ദിവസം വൈകുന്നേരം ചെയ്യാം അങ്ങനെയൊന്നും വിചാരിക്കരുത്. അത് ചെയ്താൽ വർക്കൗട്ട് ആവത്തില്ല കേട്ടോ. നൈറ്റ് ആണെങ്കിൽ കറക്റ്റ് നൈറ്റ് തന്നെ ഫോളോ ചെയ്യുക, അതല്ല മോർണിംഗ് ആണെങ്കിൽ അതേ ഫോളോ ചെയ്യുക. ഡെയിലി പേപ്പറിൽ നിങ്ങൾ ഈ പ്രൊസീജിയർ വരച്ച് എഴുതണം കേട്ടോ. 7 days 7 ന്യൂ പേപ്പർ എടുത്ത് തന്നെ ഞാൻ പറഞ്ഞു തന്നത് അതുപോലെ ഫോളോ ചെയ്യുക. ഡെയിലിയും 3 ഏലക്കായും വേണം. ഇത് ഡെയിലി ഡബ്ബയിൽ ഇട്ട് വച്ച് മൂടി വയ്ക്കുക. എന്നിട്ട് കറക്റ്റ് 7 day തീരും മുന്നേ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാര്യം നടക്കും. നിങ്ങൾ കമൻറ്റിൽ വന്നിട്ട് എന്നോട് പറയണം ഇതിൽ കാര്യങ്ങൾ നടന്നു എന്നുള്ളത്. ഓക്കെ, ആഗ്രഹിച്ച കാര്യം നടന്നു. ഓക്കെ, അത്രയ്ക്കും പോസിറ്റീവായിട്ടുള്ള ഫീഡ്ബാക്ക് ഇതിൽ നിന്നും കിട്ടും. വിശ്വാസത്തോടു കൂടി ഇതെല്ലാം ചെയ്യുക. ചില മെത്തേഡ് വന്നിട്ട് നോക്കിയാൽ നമ്മൾ യാതൊരു റൂൾസും ഇല്ലാതെയാണ് ചെയ്യുന്നത്. വരാഹിയമ്മയെ വിശ്വസിച്ച് ചെയ്യുന്ന മെത്തേഡ് തീർച്ചയായും നടക്കും എന്ന് കരുതി നിങ്ങളത് ചെയ്യുക. 7 days കഴിഞ്ഞ ശേഷം ഈ ഏലക്കായും പേപ്പറും എല്ലാമേ കാൽപ്പെടാത്ത ഇടത്തിൽ എറിഞ്ഞു കളയുക. കാൽപ്പെടാത്ത ഇടമല്ലാച്ചാൽ ഒഴുകുന്ന ജലത്തിലും നിങ്ങൾക്കിത് കളയാവുന്നതാണ്. ആറോ കായലോ തോടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുഴയിലോട്ട് എറിഞ്ഞു കളയാവുന്നതുമാണ്. എല്ലാവർക്കും അത് ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ടാണ് കാൽപ്പെടാത്ത ഇടത്തിൽ തന്നെ ഇട്ടേക്കാൻ പറഞ്ഞത്. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഇത് വേസ്റ്റ് ബാസ്ക്കറ്റിലൊന്നും കൊണ്ടിട്ടേക്കരുത്. വെളിയിൽ എറിഞ്ഞു കളയുക. ഇതുപോലെ ചെയ്യുക. എഗെയിൻ ഒരു പുതിയ കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വീണ്ടും ട്രൈ ചെയ്യാവുന്നതാണ്. ശരിയാ? പറഞ്ഞതിൽ ഡൗട്ടൊന്നും ഇല്ലയെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റിൽ ചോദിച്ചോളുക. പറഞ്ഞത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരിലേക്കും ഷെയർ ചെയ്ത് എത്തിക്കണേ. ഒരു ലൈക്ക് കൂടെ തരണേ. ഇനിയൊരു ന്യൂ വീഡിയോയുമായി വരുന്നത് വരേക്കും നന്ദി, നമസ്കാരം.